അപ്പൊ ചെയ്യാവുന്ന ഏറ്റവും വലിയ വഴിപ്പെടൽ അള്ളാഹ്ക്ക് വഴിപ്പെടൽ. അതാണ് ഇബാദത്ത്. ഇബാദത്തിന് അള്ളാഹ്ക്ക് വഴിപ്പെടലാണ്. അള്ളാഹുവിന് വഴിപ്പെടുന്നത് ഏറ്റവും വലിയ വഴിപ്പെടൽ എന്താണ്? ചെയ്യരുത് അല്ല പറഞ്ഞൊക്കെ ഒഴിവാക്കാം. ചെയ്യാൻ കൽപ്പിച്ചത് എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ കഴിയില്ല. സന്ദർഭവും സാഹചര്യമൊക്കെ അനുസരിച്ച് അതിൽ മാറ്റം വരും. ഒരു കാര്യം ചെയ്യാൻ കൽപ്പിച്ചാൽ നബിതങ്ങൾ തന്നെ പറഞ്ഞത് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പ്രാവർത്തികമാക്കുക. എന്നാ ഒഴിവാക്കാൻ പറഞ്ഞാലോ അവിടെ കഴിവിൻ്റെ പരമാവധി എന്നല്ല, അവിടെ ഫജിത്തനി ബൂഹു നിങ്ങളത് വെടിയുക, ഒഴിവാക്കുക. അപ്പൊ ഇനി ചെയ്യേണ്ടത് ഒന്ന് ഇത്തഖിൽ മഹാരിം, ഹറാമുകളെ നീ സൂക്ഷിക്കുക. എങ്കിൽ തകുൻ അഅ്ബദന്നാസ്, നീ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആബിദായി നിനക്ക് മാറാം. അല്ലാഹ് ഹറാമാക്കി എല്ലാ സംഗതിയും ഒഴിവാക്കുന്ന ഒരാൾ സ്വാഭാവികമായും അള്ളാഹ് കൽപ്പിച്ച കാര്യം ചെയ്യും. അള്ളാഹു വിലക്കിയതെല്ലാം ഒരാൾ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അയാൾ സ്വാഭാവികമായും എന്തുണ്ടാകും? അള്ളാഹ് കൽപ്പിച്ച കാര്യം പ്രാവർത്തികമാക്കുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. എല്ലാ ഹറാമുകളും ഒഴിവാക്കുന്നുവെങ്കിൽ അത് സ്വകാര്യ ജീവിതത്തിലുണ്ടാകും, പരസ്യ ജീവിതത്തിലുണ്ടാകും. അതൊക്കെ ഹറാമെല്ലാം മാറ്റിവെച്ച് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ ബൈ പ്രൊഡക്റ്റുകളിലേക്ക് അയാളിൽ ഇബാദത്തുകൾ ഉണ്ടാകും. അത് തീർച്ചയാണ്. അതുകൊണ്ട് കൂടിയായിരിക്കും ഒരു പക്ഷേ നബിതങ്ങൾ അങ്ങനെ അതിനെ പഠിപ്പിച്ചത്. അപ്പോൾ ഒന്നതാണ് ഇത്തഖിൽ മഹാരിം, ഹറാമുകളെ നീ സൂക്ഷിക്കുക. മഹ്റം എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് മഹാരിം. മഹ്റം ഹറാമായ കാര്യം എന്നാണ് മഹ്റം എന്ന വാക്കിനർത്ഥം. നിഷിദ്ധമായ കാര്യം, അതിന് ബഹുവചനമാണ് മഹാരിം. മഹാരിം ഹറാമായ കാര്യങ്ങൾ എന്നർത്ഥം. ഏനെ അതും ഈ വാക്യനാണ്. ഒരു പെണ്ണിന്റെ മെഹറം എന്ന് പറയുന്നത് തന്നെ വിവാഹബന്ധം ഹറാമായ ആളുകൾ എന്ന അർത്ഥത്തിലാണ്. അവിടെ വാക്ക് തന്നെയാണ് നിശ്ചിതമായ അർത്ഥം. അവിടെ മെഹറം ഉദ്ദേശം എന്താണ്? അവളെ കെട്ടൽ ഹറാമായ ആളുകൾ എന്നുള്ളതാണ്. അവളെ വിവാഹം കഴിക്കൽ ഹറാമായവർ. അതുകൊണ്ടാണ് ഇതിന് മെഹറം എന്നുള്ള വാക്ക് വന്നത്. ഈ വിശുദ്ധം എന്ന അർത്ഥത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ മസ്ജിദുൽ ഹറാം ഇതാണ് വിശുദ്ധമായത്. കാരണം പുറത്ത് ഹലാലായ പലതും അവിടെ ഹറാമാണ്. ആ പള്ളിക്ക് പുറത്ത് ഹലാലായ പല സംഗതികളും അതിനുള്ളിലേക്ക് കയറിയാൽ ഹറാമാണ്. അവിടെ ജന്തുക്കളെ കൊല്ലാൻ പാടില്ല, കളഞ്ഞു പോയ വസ്തു എടുക്കാൻ പാടില്ല, സസ്യങ്ങൾ മുറിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളിൽ നിയമമുണ്ട്. അങ്ങനത്തെ ഒരുപാട് വിലക്കുകൾ പുറത്ത് ഹലാലായ പലതും അവിടുത്തെ ഹറാമാവും. തക്ബീറത്തുൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാം ഹറാമാക്കുന്ന തക്ബീർ എന്ന് പറഞ്ഞാൽ ആ തക്ബീർ ചൊല്ലുന്നതിന് മുമ്പ് ഹലാലായ പലതും അതോടുകൂടി ഹറാമായി മാറി. അതിന് മുമ്പ് വർത്താനം പറയാം. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാലോ പിന്നെ വർത്താനം പറയാൻ പറ്റില്ല. അതിന് മുമ്പ് വെള്ളം കുടിക്കാം, ഭക്ഷണം കഴിക്കാം. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും പറ്റൂല. അതാണ് ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാം. ഹജ്ജിന് ഇഹ്റാം കെട്ടുക. എന്താ ഇഹ്റാം? ഹറാമാക്കൽ. അതുവരെ ഹലാലായ പലതും അതോടെ ഹറാമായി. പിന്നെ അയാൾക്ക് സാധാരണ വസ്ത്രം ധരിക്കാൻ പറ്റൂല, സുഗന്ധം ഉപയോഗിക്കാൻ പറ്റൂല, അതേപോലെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളെ പറ്റൂല. ഇങ്ങനെ ഹലാലായ ഒരുപാട് കാര്യങ്ങൾ അതോടുകൂടി ഹറാമാകുന്നു. അതുകൊണ്ടാണ് ഈ ഇഹ്റാം എന്ന പേര് അവിടെ വരുന്നത്. ഒക്കെ ഈ വാക്ക് തന്നെയാണ്, അസ്ല് ഇത് തന്നെയാണ്.